100ഓളം ആൾക്കാർ വന്നിട്ടാണ് ഇവരെ കൊല്ലുന്നത്. എങ്ങനെയാണ് കൊല്ലുന്നത്? നിങ്ങൾ ഇവിടെ മതപരിവർത്തനം നടത്തുകയല്ലേ ചോദിച്ച് ആക്രോശം ഉണ്ടാക്കുന്നു. ആ കുഞ്ഞുങ്ങൾ പേടിച്ച് കരയുന്നു. ഒരു കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ, മറ്റേ കുട്ടിക്ക് 6 വയസ്സും. എന്നിട്ട് പെട്രോൾ അടക്കമുള്ള സാധനങ്ങൾ വണ്ടിയുടെ മുകളിലേക്ക് ഒഴിക്കുന്നു. ഈ വണ്ടി പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു, തീ കൊടുക്കുന്നു. മരണവെപ്രാളത്തിൽ ചൂടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളും ഈ മനുഷ്യനും പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ ഇവർ പോയിട്ട് കമ്പും വടികളും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കുത്തി അകത്തേക്ക് ഇടുകയാണ്. ആദ്യം പിടിച്ച് കുട്ടികളെ അടക്കം പിടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തു. അവസാനം പുറത്തേക്ക് വരാൻ ശ്രമിക്കും. ഇവർക്ക് അടുക്കാൻ പറ്റുന്ന ഒരു കമ്പും വടികളും കൊണ്ട് ഇവരെ കുത്തി അകത്തേക്ക് ഇട്ട് മരണം ഉറപ്പാക്കി ചുട്ടരിച്ചു കൊന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങളിലൊന്നാണ് ഗ്രഹാം സ്റ്റെയിനെയും 2 കുഞ്ഞുങ്ങളെയും 10ഉം 6ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊന്ന സംഭവം ഓർക്കണം. അത് ആ വണ്ടിക്ക് ചുറ്റും കൂടി നിന്നിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളായിട്ടുള്ള പല ആൾക്കാരും ഈ സംഭവം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരെ കൂടി ആൾക്കൂട്ടം ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. ദാരാ സിംഗ് ഒറ്റയ്ക്ക് ചെയ്തതാണോ? 2 പേർക്ക് ചെയ്യാൻ പറ്റുമോ? 3 പേർക്ക്? 10 പേര് കൂടിയേ ചെയ്യാൻ പറ്റില്ല. അത്ര വലിയ ആൾക്കൂട്ടം ചെയ്ത് നിർവഹിച്ച ഒരു കുറ്റമാണ്. അതിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു? അവസാനം പോയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും 2 പേരെ ബാക്കി മുഴുവൻ പേരെയും കോടതി വെറുതെ വിട്ടു. ഇതിൽ തന്നെ ഉണ്ട് ഈ കേസിന്റെ വലിയ കളങ്കം. ഒരു മനുഷ്യനെയും അയാളുടെ 2 കുഞ്ഞുങ്ങളെയും ഇന്ത്യ പോലെ ഒരു സ്ഥലത്തെ, ഒരു നാട്ടിലെ ഒരു ദാരിദ്ര്യം പിടിച്ച സ്ഥലത്തെ കുഷ്ഠരോഗികളെ രക്ഷിക്കാൻ അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും അയാളുടെ സഹജീവി സ്നേഹത്തിന്റെ ഭാഗമായിട്ടും കുടുംബസമേതം വന്ന് ഇവിടെ കിടന്ന് ജീവിതം നശിപ്പിച്ച ഒരു മനുഷ്യനോട് നാം കൊടുത്ത മറുപടിയാണിത്. അത് ലോകത്തെ നടുക്കി കളഞ്ഞൊരു സംഭവമാണ്. അതിൽ 2 പേരെ മാത്രമാണ് ശിക്ഷിച്ചത് നോക്കണം. അത് ആ കൊലപാതകത്തിന്റെ ഒരു ക്രൂരത വെച്ച് നോക്കിയാൽ അതിന് ഇന്ത്യയിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഹൈക്കോടതിയും പറഞ്ഞു, സുപ്രീം കോടതിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് അപൂർവമായ കേസൊന്നുമല്ല, വധശിക്ഷ കൊടുക്കാൻ പറ്റില്ല എന്ന്. നേരത്തെ അജ്യൂസ് പറഞ്ഞ പോലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങൾ എഴുതി വെച്ചു. എന്താണ്? മതപരിവർത്തനം നടത്തുന്ന ഗ്രഹാം സ്റ്റെയിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ് പ്രതികൾ ആഗ്രഹിച്ചത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി, പരമോന്നത കോടതി എഴുതി വെച്ചാണ് പാഠം പഠിപ്പിക്കണം. രണ്ടാമത്തേതാണ് ഈ പറഞ്ഞ പോലെ സമ്മർദ്ദം, മറ്റ് സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മതത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട പരാമർശങ്ങൾ ഇന്ത്യയിലെ സുപ്രീം കോടതി എഴുതി വെച്ചത്.